സാധാരണക്കാരന് ഇത്രയും ടെക്നിക്കലായിട്ട് ഈ സെക്ഷൻ ഇ ക്ലോസ് 11 എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ പറ്റുന്ന ഒരു നില ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ദയവായി ബ്രാഞ്ച് മാനേജറെ സമീപിക്കുക. ബ്രാഞ്ച് മാനേജറോട് പറയുക, എൻ്റെ വായ്പ കിട്ടാക്കടമായിട്ടില്ല, കിട്ടാക്കടമാകാത്ത ഈ വായ്പ റിസർവ് ബാങ്കിന്റെ നിയമപ്രകാരം പലിശ അടച്ച് പുതുക്കാൻ എന്നെ അനുവദിക്കണം. ഇന്ന് ഈ സ്വർണത്തിന് എത്ര മൂല്യം നിങ്ങളുടെ ജുവൽ അപ്രൈസർ കണക്കാക്കുന്നുണ്ടോ അതിന്റെ എത്രയാണോ ഞാൻ മാർജിൻ LTV വെക്കേണ്ടത്, അത് കഴിഞ്ഞ് ബാക്കിയുള്ള തുക എനിക്ക് എലിജിബിളായി തരണം. അത് കൂടാതെ ഞാൻ മുതലിൽ നിന്നും എന്തെങ്കിലും പൈസ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടി പറയാം. അതല്ലാതെ ഇത് മുഴുവൻ തുക അടയ്ക്കണമെന്നും ഇത് അടച്ചാൽ മാത്രമേ ലോൺ പുതുക്കാൻ പറ്റൂവെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഉത്തരമാണ് ലഭിക്കുന്നതെങ്കിൽ ആദ്യം ബ്രാഞ്ച് മാനേജറെ സമീപിക്കുക. ബ്രാഞ്ച് മാനേജർക്ക് ഒരു പരാതി കൊടുക്കുക. ബ്രാഞ്ച് മാനേജർക്ക് കൊടുത്ത പരാതി അക്നോളജ് ചെയ്ത് മേടിച്ചു വെക്കുക. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ മാധ്യമങ്ങളിലും മറ്റും ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നതിന് ശേഷം അതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആത്മഹത്യയിലേക്ക് വരെ ചെല്ലുന്ന ഒരു സാഹചര്യമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയൊരു ചർച്ചയായി, ആശങ്കയ്ക്ക് വഴിവെക്കുന്ന ഒരു നില എത്തി. അതൊരു വലിയ ചർച്ചയായി. കാരണം അടുത്ത കസ്റ്റമർ ഇതേപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളുമായി വരിയിലുണ്ട്. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. നമസ്കാരം സർ. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ നമ്മൾ എല്ലാവരും കണ്ടൊരു കാര്യമാണ് RBIയുടെ പുതിയൊരു നിലപാട് എന്ന് പറയുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിലപാട് എന്ന് പറയുന്നത് കുറച്ചധികം കടുത്തൊരു നിലപാട് എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് പുതിയ സ്വർണം പലിശയ്ക്ക് വെക്കുമ്പോൾ അത് മൊത്തത്തിൽ അടച്ചു തീർത്താൽ മാത്രമേ ആ ഒരു സ്വർണം തിരികെ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2 ഘട്ടമായിട്ടാണ് ആ ഒരു നിലപാട് അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തെ വിലയിരുത്തുന്നത്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒക്ടോബർ ആദ്യ വാരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് 2026 ഏപ്രിൽ 1-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാറ്റം RBI കൊണ്ടുവരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരെയല്ലേ ഇത് ബാധിക്കുന്നത്? എന്താണ് സാറിന് പറയാനുള്ളത്? ബേസിക്കലി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് RBI സാധാരണക്കാരെ ബാധിക്കുന്ന നിലയിലുള്ള സ്വർണ്ണ വായ്പാ നയം അല്ലെങ്കിൽ സ്വർണ്ണ വായ്പാ നിയമങ്ങൾ പുതുക്കിയോ അല്ലെങ്കിൽ പരിഷ്കരിച്ചോ എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം. അത് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരേ ഒരു ഉത്തരം. വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസിലൊന്നും പറയുന്നില്ല. ഞാനും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ കാര്യം ഞാനും ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അന്ന് ശരിക്കും 2025 ജൂൺ 6-ാം തീയതിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്വർണ്ണ വായ്പാ നയം അല്ലെങ്കിൽ സ്വർണ്ണ വായ്പാ റെഗുലേഷൻസ് എന്ന് വിളിക്കാവുന്ന മാസ്റ്റർ സർക്കുലർ പുറത്തിറങ്ങി. റെഗുലേറ്റഡ് എൻറ്റിറ്റീസ് എന്ന് റിസർവ് ബാങ്ക് പറയുന്ന പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ, കോർപ്പറേറ്റ് ബാങ്കുകൾ, ഇവർക്കെല്ലാവർക്കും ബാധകമായിട്ടുള്ള റെഗുലേറ്റഡ് എൻറ്റിറ്റീസിനെ പരക്കെ ബാധിക്കുന്ന നിലവിലുള്ള നിയമങ്ങളെല്ലാം പരിഷ്കരിച്ച് എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് പുതിയൊരു നിയമം പാസ്സാക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയ്തത്. അതൊരു നിയമമല്ല, അതൊരു റെഗുലേഷൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അത് എല്ലാ പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും അവരവരുടെ ബോർഡിൽ വെച്ച് അവരുടെ വായ്പാ നയം പരിഷ്കരിക്കേണ്ടതാണ്. അതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയമം. 2025 ജൂൺ 6 സർക്കുലറിന് ശേഷം സെപ്റ്റംബർ 29-ാം തീയതി ഒരു പുതുക്കിയ ചട്ടം കൂടി ഇതിനോടനുബന്ധിച്ച് പുറത്തിറക്കി. അതാണ് ഈ ഒരു വാർത്തയും ഈ ചർച്ചയും ഒക്കെ ട്രിഗർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ മുഖ്യധാര മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വാർത്ത പ്രചരിപ്പിച്ചതിന്റെ കാരണം? സ്വാഭാവികമായിട്ടും അറിവില്ലായ്മ എന്ന് മാത്രമേ നമുക്ക് അതിനെ പറയാൻ സാധിക്കൂ. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സർക്കുലറുകളെല്ലാം വളരെ കോമൺ ലാംഗ്വേജിലാണ്, ഇംഗ്ലീഷിലാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ പോലും അതിന്റെ ചില ക്ലോസുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉളവാക്കാം. പക്ഷേ സീരിയസ്ലി ഈ ഒരു പർട്ടിക്കുലർ സർക്കുലർ, നമ്മളിപ്പോൾ പറയുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ അത് ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു നിർദ്ദേശത്തിലും അങ്ങനെ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു ലൈൻ പോലും, ഒരു സെന്റൻസ് പോലും ഞാനതിൽ ശ്രദ്ധിച്ചിട്ടില്ല. സെപ്റ്റംബർ 29-ാം തീയതി ഈ മാർഗനിർദ്ദേശം ഭേദഗതി ചെയ്തുകൊണ്ടൊരു അമെൻഡഡ് സർക്കുലർ പുറത്തിറക്കുമ്പോഴാണ് ഇതെല്ലാം ട്രിഗർ ആവുന്നതും. 2025 ജൂൺ 6-നാണ് ശരിക്കും ഈ മാർഗനിർദ്ദേശം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്നത്. ആ സമയത്തൊന്നും പ്രശ്നമില്ല. 2025 സെപ്റ്റംബർ 29-ാം തീയതി ഇത് അമെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ചെറിയ സർക്കുലർ പുറത്തിറക്കുന്നു. അപ്പോഴാണ് ശ്രീപ്രിയ പറഞ്ഞ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. ഒക്ടോബറിൽ തന്നെ ഇതിന്റെ ചർച്ച പല ഓൺലൈൻ മാധ്യമങ്ങൾ, ഈവൻ വലിയ മാധ്യമങ്ങൾ പോലും, വളരെ പഴക്കമുള്ള ആധികാരികതയോടുകൂടി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നവർ പോലും ഇത് ഏറ്റുപിടിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയൊരു ചർച്ചയായി, ആശങ്കയ്ക്ക് വഴിവെക്കുന്ന ഒരു നില എത്തി. അതൊരു വലിയ ചർച്ചയായി. പക്ഷെ സെപ്റ്റംബർ 29-ാം തീയതി പുറപ്പെടുവിച്ചു എന്ന് പറയുന്ന സർക്കുലറിൽ വേറൊന്നും പറയുന്നില്ല കേട്ടോ. അത് വളരെ ഒറ്റ ലൈനിൽ ഒരു ചെറിയൊരു കാര്യം മാത്രമാണ് അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്ലാരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ക്ലാരിഫിക്കേഷനിൽ പറയുന്നത് സ്വർണം വാങ്ങുമ്പോൾ, സ്വർണം പണയം വെക്കുമ്പോഴല്ല, സ്വർണം വാങ്ങാൻ വായ്പ കൊടുക്കാം. അപ്പോൾ അതിന്റെ കൊളാറ്ററലും വാങ്ങുന്ന സ്വർണം തന്നെ ആയിരിക്കും. അങ്ങനെ വാങ്ങുമ്പോൾ
റെഗുലേറ്റഡ് എൻറ്റിറ്റീസ്, ബാങ്കുകളൊക്കെ പാലിക്കേണ്ട മാർഗനിർദ്ദേശമാണ് 29 തീയതി പുറത്തിറക്കുന്നത്. ഇപ്പൊ സാർ പറഞ്ഞല്ലോ സെപ്റ്റംബർ 29 ശേഷമാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നതെന്ന്. അപ്പൊ ഈ പറയുന്ന പോലെ ജൂൺ 6 നിർദ്ദേശിച്ചിരുന്ന അതിൽ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന സർക്കുലറിൽ? ജൂൺ 6 വളരെ വ്യക്തമായി കൃത്യമായി ഇതിനെക്കുറിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പരാമർശിക്കുന്നു. ഇ എന്ന് പറയുന്ന സെക്ഷനിൽ, ഈ സർക്കുലറിന്റെ നിർദ്ദേശങ്ങളുടെ ഇ എന്ന് പറയുന്ന സെക്ഷനിലെ പോയിന്റ് നമ്പർ 11 വളരെ വ്യക്തമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പരാമർശിക്കുന്നുണ്ട് സ്വർണം പണയം വെച്ച് എടുക്കുന്ന വായ്പകൾ എങ്ങനെ പുതുക്കി എടുക്കണം എന്നുള്ളത്. സ്വാഭാവികമായും ബുള്ളറ്റ് റീപേയ്മെന്റ് എന്നുള്ളൊരു പദം നമ്മൾ ആ സർക്കുലറിൽ കാണാൻ പറ്റും. ബുള്ളറ്റ് റീപേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വായ്പ എടുക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചടവിനായി തന്നിരിക്കുന്ന നിയമം അല്ലെങ്കിൽ രീതി, തിരിച്ചടവ് രീതി എന്ന് പറയുന്നത് ഒറ്റ ഷോട്ടായിട്ട് ഒരുമിച്ച് നിങ്ങൾക്ക് ഈ പണം അടയ്ക്കുകയും നിങ്ങളുടെ വായ്പ തിരിച്ചെടുക്കുകയും ചെയ്യാം. ഗഡുക്കളായിട്ട് അടയ്ക്കുന്ന വായ്പകളെ കുറിച്ച് ശ്രീപ്രിയ കേട്ടിട്ടുണ്ടാവും. ഇതങ്ങനെയല്ല, ബുള്ളറ്റ് റീപേയ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ബുള്ളറ്റ് റീപേയ്മെന്റ് ആയി അടച്ച് പുതുക്കിയെടുക്കാൻ പറ്റുന്ന വായ്പകളെ കുറിച്ചാണ് ആ ഒരു പർട്ടിക്കുലർ ക്ലോസിൽ, ഈ സെക്ഷൻ ഇ ക്ലോസ് 11 പറയുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ബുള്ളറ്റ് റീപേയ്മെന്റ് ആണ് ബാങ്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ കിട്ടാക്കടമാകുന്നത് വരെ നിങ്ങൾക്ക് പലിശ അടച്ച് അത് പുതുക്കിയെടുക്കാം എന്നാണ് പറയുന്നത്. 1 ലക്ഷം രൂപയാണ് വായ്പയെങ്കിൽ അതിന്റെ പലിശ 10% ആണെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ അതിൽ 1,10,000 രൂപ പലിശ മുതലിനത്തിൽ ബാക്കിയുണ്ടാകും. അതിൽ 10,000 രൂപ അടച്ച് ആ 1 ലക്ഷം രൂപ പുതുക്കി എടുക്കാം എന്ന് തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കിട്ടാക്കടമായാൽ, കിട്ടാക്കടം എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് റീപേയ്മെന്റ് ആണ്. 2025 ജനുവരിയിൽ നിങ്ങളൊരു വായ്പ എടുത്തിരിക്കുകയാണ്. 2026 ജനുവരിയിൽ നിങ്ങളിത് ഒരുമിച്ച് അടച്ച് പുതുക്കും എന്നാണ് ബാങ്ക് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതും നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും. അത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും 2026 ജനുവരി ആകുമ്പോൾ നിങ്ങൾക്ക് നോട്ടീസ് വരും, നിങ്ങൾക്ക് വായ്പ അടയ്ക്കണമെന്ന് ബാങ്ക് പറയും. നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കുന്നില്ല. സ്വാഭാവികമായും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കിട്ടാക്കട നയം അനുസരിച്ച് ഇതിന് ഒരു SMA 0, SMA 1, SMA 2 സ്പെഷ്യലി മെൻഷൻഡ് അക്കൗണ്ട്സ് എന്ന് പറയും. അതിനനുസരിച്ച് ഇത് ഡീഗ്രേഡ് ചെയ്യപ്പെടുകയും അവസാനം ഇത് കിട്ടാക്കടമായി മാറുകയും ചെയ്യും. കിട്ടാക്കടമായ അക്കൗണ്ട് ആണെങ്കിൽ ആ വായ്പ നിങ്ങൾക്ക് പലിശ അടച്ചു പുതുക്കാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായും അതായിരിക്കാം ഒരു തെറ്റിദ്ധാരണ ഉളവാക്കിയത്. അങ്ങനെ സാധാരണ നിലയിൽ ഒരു നിയമവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇന്നേ ദിവസമില്ല. കിട്ടാക്കടമായ വായ്പയാണെങ്കിൽ അത് പൂർണ്ണമായും അടച്ച് പലിശ ഉൾപ്പെടെ എല്ലാം അടച്ചതിന് ശേഷം ആ വായ്പയിൽ ഈട് വച്ചിരിക്കുന്ന സ്വർണം തിരിച്ചെടുത്തതിന് ശേഷം വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബാങ്കിന്റെ പോളിസി പ്രകാരം കിട്ടാക്കടമായതാണ്. ചില ബാങ്കുകൾ കിട്ടാക്കടമായി കഴിഞ്ഞാൽ സിവിൽ സ്കോറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നെ വായ്പ തരുന്നത്. ചില ബാങ്കുകൾ പറയും കിട്ടാക്കടമായി കഴിഞ്ഞാൽ ഒരു 6 മാസത്തേക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വായ്പ തരില്ല, അതൊരു കൂളിംഗ് പീരീഡായി ഞങ്ങൾ വെക്കും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ആ കൂളിംഗ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ പറ്റുള്ളൂ. അവിടെ കിട്ടാക്കടമായ വായ്പ പലിശ അടച്ച് പുതുക്കിയെടുക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. കാരണം ബാങ്കുകൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ. അത് പാടില്ല. മൊത്തമായി പണം അടച്ച് മാത്രമേ അത് തിരിച്ചെടുക്കാൻ പറ്റൂ. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ മാധ്യമങ്ങളിലും മറ്റും ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നതിന് ശേഷം അതിന്റെ താഴെ വന്നിരുന്ന കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആത്മഹത്യയിലേക്ക് വരെ ചെല്ലുന്ന ഒരു സാഹചര്യമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ അതിൻ്റെതായ ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും അത് സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാലും നമുക്കൊരിക്കലും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ പൊതുമേഖലാ ബാങ്കുകളോ പ്രൈവറ്റ് ബാങ്കുകളോ ഒക്കെ ഈ വാർത്തയോട് പ്രതികരിക്കുമെന്നും ഈ വാർത്തയ്ക്ക് ഒരു ക്ലാരിഫിക്കേഷൻ നൽകുമെന്നുമുള്ള അമിതമായ ആഗ്രഹമൊന്നും ഞാൻ വെച്ച് പുലർത്തുന്നില്ല. കാരണം അത്രയും പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല നമുക്കുള്ളത്. നമ്മുടെ സിസ്റ്റം കുറച്ച് റിയാക്റ്റീവ് ആണ്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ അവലംബിച്ചു വരുന്ന ഒരു രീതി. അല്ലാതെ വളരെ പ്രൊആക്റ്റീവ് ആയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായേക്കാം എന്ന് പറഞ്ഞ് ആരും പ്രതികരിക്കില്ല. സ്വാഭാവികമായും ഇതുപോലെയുള്ള പരിപാടികൾ, ഇതുപോലെയുള്ള ചർച്ചകൾ നമ്മൾ അത് തിരുത്തിക്കൊണ്ട്, അതായത് ഇതൊരു നിലപാടൊന്നുമല്ല, മാധ്യമ നിലപാടൊന്നുമല്ല, ഇതൊരു തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ കൃത്യമായ പഠനമില്ലാതെ, കൃത്യമായി ഇതിനെക്കുറിച്ച് അറിവില്ലാതെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലും മറ്റ് സ്ഥലങ്ങളിലേക്കുമൊക്കെ വിട്ട് അത് ആളുകൾ കൺസ്യൂം ചെയ്ത് പരിഭ്രാന്തരായി ബാങ്കുകളിലേക്ക് ഓടിച്ചെന്ന് ഈ വായ്പ തിരിച്ചടക്കാൻ നോക്കുകയും അങ്ങനെ ചില പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുകയൊക്കെ ചെയ്യുന്നതാണ്. അതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ ബാങ്കുകൾക്കോ ഒന്നും അതിനകത്തൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല. സ്വാഭാവികമായും മാധ്യമങ്ങൾ തന്നെ അത് ഉത്തരവാദിത്വത്തോടു കൂടി അവരുടെ കർത്തവ്യം നിറവേറ്റണം. ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ഒരാളുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇപ്പോൾ നമ്മൾ പണയം വെച്ച ആഭരണങ്ങൾ ഇപ്പോൾ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ വെക്കാൻ പറ്റില്ല എന്നൊരു പുതിയ നിയമം വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനായിട്ടുള്ളത്?
ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിസ്ഇന്റർപ്രിട്ടേഷൻസ് ആണ്, തെറ്റിദ്ധാരണകളാണ്. അതായത് ഒരു സർക്കുലർ വന്നു കഴിഞ്ഞാൽ ആ സർക്കുലറിൽ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് സ്വന്തമായ നിലയിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു നിലപാട് പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കാണുന്നുണ്ട്. അത് പാടില്ല. അങ്ങനെ ഒരിടത്തും ഒരു നിയമവും പറയുന്നില്ല. അത് ബാങ്കോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ ഒന്നും അങ്ങനെ അന്ന് തന്നെ തിരിച്ചു വെക്കാൻ പാടില്ല എന്നൊന്നും ഈ മാസ്റ്റർ സർക്കുലറിലെ ഗൈഡ് ലൈനിൽ ഒരിടത്തും പറയുന്നില്ല. പലിശ അടച്ച് പുതുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം പലിശ അടച്ച് പുതുക്കാം എന്നുള്ളത് തന്നെയാണ്. ഇനി കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഇതിലൂടെ നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കണമെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം. ലോൺ ടു വാല്യൂ റേഷ്യോ എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പ്രശ്നമാണ് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം. അതായത് നിങ്ങൾ സ്വർണ്ണ പണയം എടുക്കാൻ പോകുന്നു, ഈടെന്താ സ്വർണത്തിന്റെ വില നമുക്കറിയാം വളരെ വോളറ്റൈലാണ്. ഇന്ന് പത്രത്തിൽ പറയുന്നു പവന് 50 രൂപ കൂടി, നാളെ പറയുന്നു 200 രൂപ കുറഞ്ഞു. അപ്പൊ അത്രയും വോളറ്റിലിറ്റി നിലനിൽക്കുന്നത് കൊണ്ട് ലോണും ഈടിന്റെ വാല്യൂ ഇത് രണ്ടും അതിൻ്റെ ഒരു റേഷ്യോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ 100 രൂപയുടെ ഈട് കൊടുത്താൽ നിങ്ങൾക്ക് 75 രൂപയെ വായ്പ കിട്ടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ലോൺ ടു വാല്യൂ റേഷ്യോ 75% എന്നർത്ഥം. വാല്യൂവിന്റെ 75% എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സ്വർണം പണയം വെച്ച് ഒരു വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് അതിനൊരു 15-20% മൂല്യം കൂടാനാണ് സാധ്യത. അങ്ങനെ കൂടിയ സ്വർണത്തിന്റെ അന്നത്തെ വില നിങ്ങൾ പലിശ അടച്ച് പുതുക്കി ഇത് വെക്കുമ്പോൾ അന്ന് ആ സ്വർണത്തിന്, ആ സ്വർണ്ണ പണയത്തിന് എത്ര മൂല്യമുണ്ടോ ആ മൂല്യത്തിന്റെ 75% എടുക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ഒരു വർഷം മുമ്പ് ഈ ബാങ്കിൽ നിന്ന് ലഭിച്ച വായ്പാ തുകയേക്കാൾ കൂടുതൽ കിട്ടാനാണ് സാധ്യത. ഇനി യുദ്ധമുണ്ടാകുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അവിടെ സ്വർണത്തിന്റെ വില കൂപ്പുകുത്തുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഒരു വർഷം മുമ്പ് നിങ്ങൾ സ്വർണം വെച്ചു, 1 ലക്ഷം രൂപ നിങ്ങൾ വാങ്ങിച്ചു. നിങ്ങൾ ഇന്നത്തെ ദിവസം അത് പണയം വെക്കാൻ, തിരിച്ചടച്ച് പണയം വെക്കാൻ പോകുമ്പോൾ സ്വർണത്തിന്റെ അന്നത്തെ മൂല്യം 80,000 രൂപയാണെങ്കിൽ പലിശ മാത്രം അടച്ചു വെക്കാൻ പറ്റില്ല എന്നുള്ളത് സ്വാഭാവികമായ ഒരു നിയമമാണ്. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയേണ്ട കാര്യമില്ല. അത് അന്നത്തെ നിലയിൽ എത്രയാണോ സ്വർണത്തിന്റെ മൂല്യം അതിന്റെ 75% കിട്ടും. എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കിട്ടില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് 75,000 80,000 ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും പലിശ കൂടാതെ ഒരു 25,000 30,000 രൂപ നമ്മൾ കൈ നടക്കേണ്ടി വരും. ഇത് കൃത്യമായി നമ്മുടെ ഉപഭോക്താക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ബാങ്കുകൾക്ക് സാധിക്കുന്നില്ല. അത് ബാങ്കിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല കേട്ടോ. ഞാനും ഒരു പൊതുമേഖലാ ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ്. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അവരെ പറഞ്ഞ് അയക്കുക മനസ്സമാധാനത്തോടെ എന്ന് മാത്രമാണ് ഇപ്പോൾ സ്റ്റാഫൊന്നുമില്ലാതെ വളരെ പ്രശ്നത്തിൽ നിൽക്കുന്ന പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളുടെ എല്ലാം ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ ഇരുന്ന് വിശദമായി കഥയൊക്കെ പറഞ്ഞ് അവർക്കിത് മനസ്സിലാക്കി കൊടുക്കാനുള്ള സമയമില്ല എന്നുള്ളതാണ്. കാരണം അടുത്ത കസ്റ്റമർ ഇതേപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളുമായി വരിയിലുണ്ട്. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. സ്വാഭാവികമായും എനിക്ക് ഈ ഒരു മാധ്യമത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ നിയമങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ലോൺ ടു എന്താണ് കൃത്യമായി ബാങ്ക് പറയുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ കുറച്ചുകൂടി കൂടുതൽ തുക അടക്കേണ്ടി വരുന്നത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇതൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അജിറ്റേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പരാതികളുമായി മുന്നോട്ട് പോവുകയോ ചെയ്യുന്നതായിരിക്കും അഭികാമ്യം. ഓക്കെ, ഇപ്പൊ ഇത്തരത്തിലൊരു നിർദ്ദേശം അല്ലെങ്കിൽ നിയമം വന്നു എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടല്ലോ. ഭാവിയിൽ ഇതുപോലത്തെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു സമയത്തെ കുറിച്ച് സാറിന് പറയാനായിട്ടുണ്ട്? വളരെ പ്രസംറ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു രാജ്യത്തെ പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഭരണഘടനയുള്ള ഈ രാജ്യത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ വ്യത്യസ്ത കൾച്ചറുകൾ, സംസ്കാരങ്ങൾ എല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് കേരളത്തിലെ സ്വർണ്ണ വായ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നമ്മൾ നാട്ടിൽ തെണ്ടി നടപ്പൂ എന്നുള്ള ഒരു കഥയാണല്ലോ ഇവിടെയാണ്, അതാണല്ലോ പാട്ട്. പക്ഷെ നിങ്ങൾ നോർത്തിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ അടി കിട്ടും. കാരണം വീട്ടിലെ സ്ത്രീയോട് സ്വർണം പണയം വെക്കാൻ തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഡിവോഴ്സ് നടക്കും. കാരണം അവർക്ക് സ്വർണം എന്ന് പറയുന്നത് ദൈവികമാണ്, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എപ്പോഴും സ്വാഭാവികമായും ഈ സ്വർണം ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ കൂടി കാണുന്നത് കൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഈ സ്വർണം സാധാരണ ജനങ്ങൾ മുതൽ, ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും എല്ലായിടത്തും സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ ഒരു തരി പൊന്നുപോലും വാങ്ങി വെക്കുന്നത് അവർക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി കാണുന്ന സാഹചര്യത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് ഇതിനൊരു വായ്പ ലഭ്യമായി അവർക്ക് ഈ പണം കിട്ടണം എന്ന് ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് മറന്നുകൊണ്ട്, സാധാരണക്കാരെ മറന്നുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് വേണം എന്നുള്ളത് ആ സമയത്തെ പോലെ നമുക്ക് ആലോചിച്ച് ചെയ്യാനേ പറ്റും.
സാർ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പൊ ഒരു സാധാരണക്കാരൻ ഒരു ബാങ്കിൽ ചെല്ലുകയാണ് ഈ ഒരു ആവശ്യത്തിനായിട്ട്. അപ്പോ നമ്മളിപ്പോ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞതെങ്കിൽ സാധാരണക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്ത് നിലപാടാണ് സ്വീകരിക്കാനായിട്ട് സാധിക്കുക? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. സ്വാഭാവികമായും ഒരു സാധാരണക്കാരൻ ഇത്രയും ടെക്നിക്കലായിട്ട് ഈ സെക്ഷൻ ഇ ക്ലോസ് 11 എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ പറ്റുന്ന ഒരു നില ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ദയവായി ബ്രാഞ്ച് മാനേജറെ സമീപിക്കുക. ബ്രാഞ്ച് മാനേജറോട് പറയുക, എൻ്റെ വായ്പ കിട്ടാക്കടമായിട്ടില്ല, കിട്ടാക്കടമാകാത്ത ഈ വായ്പ റിസർവ് ബാങ്കിന്റെ നിയമപ്രകാരം പലിശ അടച്ച് പുതുക്കാൻ എന്നെ അനുവദിക്കണം. ഇന്ന് ഈ സ്വർണത്തിന് എത്ര മൂല്യം നിങ്ങളുടെ ജുവൽ അപ്രൈസർ കണക്കാക്കുന്നുണ്ടോ അതിന്റെ എത്രയാണോ ഞാൻ മാർജിൻ LTV വെക്കേണ്ടത്, അത് കഴിഞ്ഞ് ബാക്കിയുള്ള തുക എനിക്ക് എലിജിബിളായി തരണം. അത് കൂടാതെ ഞാൻ മുതലിൽ നിന്നും എന്തെങ്കിലും പൈസ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടി പറയാം. അതല്ലാതെ ഇത് മുഴുവൻ തുക അടയ്ക്കണമെന്നും ഇത് അടച്ചാൽ മാത്രമേ ലോൺ പുതുക്കാൻ പറ്റൂവെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഉത്തരമാണ് ലഭിക്കുന്നതെങ്കിൽ ആദ്യം ബ്രാഞ്ച് മാനേജറെ സമീപിക്കുക. ബ്രാഞ്ച് മാനേജർക്ക് ഒരു പരാതി കൊടുക്കുക. ബ്രാഞ്ച് മാനേജർക്ക് കൊടുത്ത പരാതി അക്നോളജ് ചെയ്ത് മേടിച്ചു വെക്കുക. ഒരു 3-4 ദിവസത്തിന് ശേഷം ബ്രാഞ്ചിൽ നിന്ന്, ശാഖയിൽ നിന്ന് ബ്രാഞ്ച് മാനേജറുടെ മറുപടി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബാങ്കിന് അല്ലെങ്കിൽ ആ റെഗുലേറ്റഡ് എൻറ്റിറ്റിക്ക്, ബാങ്ക് എന്ന് മാത്രമല്ല ബാക്കി ഏത് റെഗുലേറ്റഡ് എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിലും സ്വർണ്ണ പണയം എടുത്തിരിക്കുന്ന ഏതൊരു സ്ഥാപനത്തിന്റെ മേലധികാരികൾക്ക് തൊട്ടടുത്ത റീജിയണൽ ഓഫീസ്, സോണൽ ഓഫീസ് എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടും, അവിടെ പോയി ഒരു പരാതി കൊടുക്കുക. അതിന്റെ അക്നോളജ്മെന്റ് മേടിച്ചു വെക്കുക. 7 ദിവസം വെയിറ്റ് ചെയ്യുക. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. ആ ബാങ്കിങ് ഓംബുഡ്സ്മാൻ പൊതുജനങ്ങളുടെ പരാതികൾ കേട്ട് തീർപ്പാക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രത്യേക സ്കീമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം. ആ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീമിലേക്ക് ഒരു പരാതി കൊടുക്കുക. ഈ പരാതി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൃത്യമായി എന്താണ് നിങ്ങൾക്ക് സംഭവിച്ച ഡാമേജ്, നിങ്ങൾക്ക് എന്ത് ഇഞ്ചുറിയാണ് സംഭവിച്ചത്, നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ബാങ്കിൽ നിന്ന് ലഭിക്കാത്തത് എന്ന് കൃത്യമായി പറയണം. കൂടാതെ നിങ്ങൾ ബാങ്കിൽ കൊടുത്ത് പരാതി അത് അക്നോളജ് ചെയ്ത് മേടിച്ച് ഒരു 8-10 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓംബുഡ്സ്മാനിൽ പോകാവൂ. അവരോട് പരാതി പറയാതെ, അവർക്ക് അവസരം കൊടുക്കാതെ ഒരിക്കലും ഓംബുഡ്സ്മാനെ നേരിട്ട് പോയി സമീപിക്കാൻ പാടില്ല. അത് കഴിഞ്ഞാൽ ഓംബുഡ്സ്മാൻ ഇത് ഹിയർ ചെയ്ത് നിങ്ങളുടെ പരാതി ജെന്യൂൻ ആണെങ്കിൽ, ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്വാഭാവികമായും ഓംബുഡ്സ്മാന് ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുണ്ട്. ഈ പരാതി പോയി കഴിഞ്ഞാൽ ഓംബുഡ്സ്മാൻ കൃത്യമായും ഒരു നിർദ്ദേശം ബാങ്കുകൾക്ക് കൊടുക്കും. അത് മാത്രമല്ല നഷ്ടപരിഹാര തുകയും വിധിക്കും. അതായത് ഇത്രയും കാലത്തെ പലിശ ഇളവ് ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾ പോയി പലിശ അടയ്ക്കാൻ തയ്യാറായിരുന്നു, നിങ്ങൾക്ക് പലിശ അടയ്ക്കാത്തത് കൊണ്ട് പിഴപ്പലിശ വന്നു, അല്ലെങ്കിൽ കിട്ടാക്കണമായി, ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടാവുമല്ലോ. ഈ ഒരു തർക്കത്തിനിടയിൽ കാലം കഴിഞ്ഞു പോകും തോറും ഈ വായ്പ പല തരത്തിൽ ഇവോൾവ് ചെയ്യും. ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കാൻ കൃത്യമായ പവറുള്ള ജൂറിസ്ഡിക്ഷൻ ഉള്ള ഓംബുഡ്സ്മാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം കൊടുക്കും. നഷ്ടപരിഹാരം ഉൾപ്പെടെ വിധിക്കാനുള്ള അധികാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓംബുഡ്സ്മാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളാരും പാനിക് ആവരുത്. നിങ്ങളാരും നവമാധ്യമങ്ങളിൽ വരുന്ന ഈ വാർത്തകളിൽ എൻ്റെ സ്വർണം പോയി എന്ന് വിലപിച്ചുകൊണ്ട് ബാങ്കിൽ പോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. എല്ലാത്തിനും നിയമപരമായ പരിഹാരം നിങ്ങൾക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ തന്നെയാണെങ്കിലും ഇപ്പൊ ഈ ഒരു ടോക്കിന് ശേഷമായിരിക്കും അവർ തിരിച്ചറിയുന്നത്, ഇപ്പോൾ ഞാൻ ബാങ്കിൽ ചെന്നപ്പോൾ നേരത്തെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാകുമല്ലോ, അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്താൽ മതിയായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. ഞാൻ ഒരു ബാങ്കർ എന്നുള്ള രീതിയിൽ വളരെ അഭിമാനത്തോടുകൂടി ഞാൻ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. പൊതുമേഖലാ ബാങ്കുകൾ 1970 മുതൽ വ്യവസ്ഥാപിതമായത് തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പൊതുജനങ്ങൾക്ക് സേവനം നൽകാൻ വേണ്ടിയാണ്. പാവപ്പെട്ടവർക്ക് ബാങ്കുകളിലേക്ക് കയറി ചെല്ലാൻ വേണ്ടിയാണ്. അപ്പൊ അവരെ സേവിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുമാണ് പൊതുമേഖലാ ബാങ്കുകൾ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പൊതുമേഖലാ ബാങ്കുകളും അത് നിയന്ത്രിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതിനെ നിയന്ത്രിക്കുന്ന ധനകാര്യ മന്ത്രാലയവും എല്ലാം ഈ കാലം അത്രയും കസ്റ്റമർ ആണ് നമ്മുടെ രാജാവ്, അല്ലെ കസ്റ്റമർ ഇസ് കിങ് എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർപ്പാക്കുന്നത് കസ്റ്റമർക്ക് ഫേവറബിൾ ആയ രീതിയിൽ തന്നെയാണ് എന്ന് ചെറിയ പരാതിയുള്ള ആളുകളാണ് ഇപ്പോൾ പൊതുമേഖലാ ബാങ്കുകളും ബാങ്ക് ജീവനക്കാരും. സ്വാഭാവികമാണ്. കാരണം കസ്റ്റമേഴ്സിനെ കൂടുതൽ പരിലാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു പൊതുമേഖലാ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് ശരിക്കും രാജ്യത്തിന്റെ ഭരണഘടന മാൻഡേറ്റ് ചെയ്യുന്ന, നിഷ്കർഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള എല്ലാ പരിഹാരങ്ങളും പ്രതിവിധികളും ഇതിനുണ്ട്.